പറയുന്നത്. മനുഷ്യരല്ലേ, പ്രണയവും കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളും കാര്യങ്ങളുമാണ്. പക്ഷെ ഇത് ഈ നിമിഷം വരെ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സൂചിച്ചേട്ടനടുത്ത് മാത്രമുള്ള ഒരു വികാരമാണ്. അതിനി ഇതിനകത്ത് ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും ഞാൻ ഇന്ന് ഈ നിമിഷം വരെ വേറൊരു കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നുമില്ല. ഞാൻ ഇന്നും സുധിച്ചേട്ടന്റെ വൈഫാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാരും ചോദിക്കുന്നത് ഇതാണ്. അപ്പൊ എന്തെങ്കിലും ചോദിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞു പോകും എന്തെങ്കിലുമൊക്കെ. ഇത് തന്നെയാണല്ലോ കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ പറയാം കല്യാണം കഴിയുമ്പോൾ ഞാൻ അറിയിക്കാം എന്ന് പറയും. അല്ലെ കല്യാണം ഉടനെ കാണാൻ ചിലപ്പോൾ കല്യാണം കഴിക്കത്തില്ല. നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും ഭേദമല്ലേ തിരിച്ചും മറിച്ചും സംസാരിക്കുന്നത്. എന്തിനാ തന്നെ ഇല്ലാന്നറിയാം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയാം, ഞാൻ എന്തായാലും ഒട്ട് കല്യാണം കഴിക്കത്തില്ലെന്ന്, വേറെ കല്യാണം കഴിക്കത്തില്ലെന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ എന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കണം, അതിനാണ് ഈ ചോദിച്ചോണ്ട്. പ്രണയം എന്നുള്ളത് എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ എനിക്ക് യഥാർത്ഥത്തിൽ പ്രണയമുള്ള സുധിയോട് മാത്രമാണ്. ആളുടെ അടുത്ത് എനിക്ക് പ്രണയം തന്നെയല്ല, എനിക്ക് അത് കൂടുതൽ എന്താണോ അതാണ് ആളുടെ അടുത്ത്. അത് ഇന്ന് വരെ എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് വേറെ ആളെ പ്രണയിച്ചു പോകുന്നത്? പിന്നെ ഏതൊരു മനുഷ്യനും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഓരോ വികാര ഫീലിങ്സ് ഒക്കെ വരും. അതൊക്കെ ഞാനും മനുഷ്യനാണ്. അതൊക്കെ ഇപ്പൊ എപ്പോഴും പബ്ലിക് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് എന്തിനാ പബ്ലിക് ആക്കുന്നത്? അത്രേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ കുറച്ച് 2 ദിവസം ഞാൻ പോസ്റ്റ് ഇടും എനിക്ക് പ്രണയമുണ്ട്, അതെന്റെ ഓരോ ഫീലിങ്സും കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് സൂചിച്ചേട്ടനെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ കെട്ടാൻ പോകുന്നതല്ല, അല്ലെ വേറൊരാളുടെ അടുത്ത് ഞാൻ പ്രണയിച്ച് അവരുമായിട്ട് പോകുന്നതല്ല എന്റെ.